ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സുഖം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഇതാ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഞാൻ ശർക്കര മാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതാ അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ടു. അപ്പോൾ എന്താ പറയുക, കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് അതിലേക്ക് ഇട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ അതിൽ കിടന്നിട്ടൊന്ന് മാവൊക്കെ ശർക്കര അതിൽ പിടിക്കട്ടെ എന്ന് വെച്ചിട്ടിട്ടു. അതിന് ശേഷം അതാ ഞാൻ എന്ത് ചെയ്തു, വേഗം കുറച്ച് മൈദ കലക്കിയിട്ടോ, കുറച്ച് അരിപ്പൊടി കുറച്ച് മൈദ എടുത്തു, പിന്നെ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ എനിക്ക് ഏട്ട ഏത് കടയിൽ കയറിയാലും ഏട്ടയ്ക്ക് സുഖിയം മേടിച്ചു തരും കേട്ടോ. ചായ കുടിക്കാനൊക്കെ എങ്ങാനും പുറത്തേക്ക് പോകുമ്പോഴെങ്ങാനും കയറിയിരുന്നു വിചാരിച്ച് അപ്പയ്ക്ക് സുഖിയനെ മേടിച്ചോണ്ട് നേരം. ഏട്ടനറിയക്ക് നല്ല ഇഷ്ടമാണ് സുഖിയ എന്നുള്ളത്. പിന്നെ വീട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവരികയാണെങ്കിലും ഏട്ടയ്ക്ക് 2 സുഖി അതിലുണ്ടാവും. വേറെ കടികളൊക്കെ ആണെന്ന് വെച്ചാലും അതിലേക്ക് സുഖിയൻ 2 ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഏട്ടൻ ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ആ ഒരു പാകമുണ്ട്, വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി ഇതാക്കണതിൻ്റെ ഒരു പാകമുണ്ട് കേട്ടോ. അത് കാട്ടിത്തരാം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് ശരിയാക്കാണ്. അണ്ടാ ഈ പാകത്തിനാണ് ഞാൻ സുഖി ഉണ്ടാക്കുമ്പോൾ എടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി നാളികേരം ചേർത്തു. ഇനി അത് ചൂടാറിയിട്ട് വേണം കേട്ടോ ഉരുട്ടാൻ. അപ്പോൾ ഞാനതൊക്കെ ചൂടാറിയതിന് ശേഷം ഫുള്ള് ഇതൊക്കെ എല്ലായിടത്തും പിടിച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഞാൻ ഉരുട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഉരുളയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഉരുട്ടി വെച്ചു. ഇനി ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ മാവിലേക്ക് ഓരോന്നിട്ട് ഇതാ ഉരുട്ടി എണ്ണയിലേക്ക് ഇടുക. എണ്ണ ചൂടാ അങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് നമ്മുടെ സുഖിയൻ റെഡി. ഇതാ കണ്ടില്ലേ, ഇന്ന് എൻ്റെ 4 മണി പലഹാരം ഇതാണ്.